കള്ള് കുടിച്ചുകൊണ്ട് മതോന്മത്തരായി നിലകൊള്ളുന്നതായ സമൂഹം, അവരിലുള്ള ആളുകൾ മരണാസന്നരാകുന്ന ഘട്ടത്തിൽ അവർ ലോകത്തോട് പാടിവിടുകയാണ്, കവിതയായി ആലപിക്കുകയാ. ഇദാമിതു ഫദ്ഫിന്നി അലാ ജംബി കർമതി. ഈ ദുനിയാവിൽ ഞാൻ ജീവിച്ചത് മുഴുവനും കള്ളിലായിട്ടാണ്, ലഹരി നുണഞ്ഞുകൊണ്ടാണ്, മദ്യം നുണഞ്ഞുകൊണ്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഫദ്ഫിന്നി അലാ ജംബി കർമതി. ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാലും, ഞാൻ മരിച്ചാലും എന്നെ കൊണ്ടുപോയി നിങ്ങൾ ഖബറടക്കേണ്ടത് മുന്തിരി വള്ളികൾ തളിർക്കുന്നതായ പൂന്തോട്ടത്തിലാണ്. എന്നെ കൊണ്ടുപോയി ഖബറടക്കേണ്ടത് മുന്തിരി തോട്ടത്തിലാണ് ഖബറടക്കേണ്ടത്. എന്തുകൊണ്ടാണ്? തുറവി ഇളാമി ബഅദ മൗതി ഉറുഖഹാ. മരിച്ചു കിടക്കുന്നതാകുന്ന എന്റെ എല്ലിന് ഊർജം പകരാന്, എനിക്ക് റാഹത്തായിട്ടുള്ള ജീവിതം പിന്നങ്ങോട്ട് ലഭിക്കാന്, ഖബറിൽ കിടക്കുന്നതാകുന്ന സന്ദർഭത്തിൽ മുന്തിരിവള്ളികൾക്കിടയിലാണ് എന്നെ കൊണ്ടുപോയി മറവ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെതാകുന്ന വേരുകളിലൂടെ ഓടുന്നതായ മുന്തിരിച്ചാറ് കുടിച്ചുകൊണ്ട് എനിക്ക് ഖബറിൽ വസിക്കാമല്ലോ. എത്രത്തോളം മൂഢമായ ചിന്തയാണ്, ഒന്ന് ചിന്തിച്ചു നോക്കി. ഇത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ അഡിക്ഷൻ കൊണ്ട് അവർ പറയുവാൻ, ഞാൻ മരിച്ചാലും എന്നെ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി അടക്കണം? മുന്തിരിവള്ളികൾക്കിടയിൽ കൊണ്ടുപോയി, മുന്തിരിത്തോട്ടത്തിനിടയിൽ കൊണ്ടുപോയി ഖബറടക്കണം. കാരണം തുറവി ഇളാമി ബഅദ മൗതി ഉറൂഖഹാ. അതിൻ്റെതാകുന്ന വേരുകളിലൂടെ കടന്നു വരുന്നതാകുന്ന മുന്തിരിച്ചാറ് നുണഞ്ഞുകൊണ്ട് എനിക്ക് ഖബറിനകത്ത് വസിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത്രത്തോളം മദ്യത്തിന് അടിമപ്പെട്ടിരുന്ന സമൂഹത്തെയാണ് സമൂലമായ ഒരു മാറ്റത്തിന് അള്ളാഹു തിരികൊളുത്തുന്നത്. ഏതായത്തിലൂടെ? 2 ആയത്ത്. ഏതാണ് 2 ആയത്ത്? സൂറത്തുൽ മാഇദ 90-91 വചനം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് സ്വഹാബത്ത് വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ അഫ്തിനാ യാ റസൂലല്ലാഹ്. നബിയേ നബിയേ കള്ളിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് ഫത്വ നൽകണം റസൂലേ. ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരു കാര്യം തീർപ്പാക്കി നൽകണം റസൂലേ. പരിശുദ്ധമായ ഖുർആൻ അവതീർണമാവുകയാണ്. യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. നബിയെ നബിയെ തങ്ങളോട് വന്നുകൊണ്ട് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് നബിയെ ഖംറിനെ കുറിച്ചുള്ള അഭിപ്രായം? മദ്യത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എന്താണ് ചൂതാട്ടത്തെ കുറിച്ചുള്ള അഭിപ്രായം? തങ്ങൾ പറഞ്ഞു കൊടുക്കണേ ഈ സമൂഹത്തോട്. അതിലുള്ളതാകുന്ന പാതകം വലുതാണ്, തെറ്റുകുറ്റം വലുതാണ്. പ്രയോജനത്തെക്കാൾ കൂടുതലുള്ളത് അതിൽ അപകടമാണ്, അപകടമാണ്. അതുകൊണ്ട് അറിയണേ, ജാഗ്രത പുലർത്തണേ, അതിൽ നിന്ന് ഒഴിവായി നിൽക്കൽ നിർബന്ധമാണ്. നല്ലതല്ല, അത് ഉപേക്ഷിക്കലാണ് നല്ലത്. ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. അതിന്റെ പ്രയോജന ഗുണത്തെ പറ്റിയൊക്കെ പലരും വൈൻ കുടിച്ചാൽ അതുണ്ടാകും, നല്ല ഊർജ്ജം ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെയൊക്കെ അപകടം വളരെ വലുതാണ്. അതുകൊണ്ട് ഉപേക്ഷിക്കലാണ് നല്ലത്. ആദ്യമായി വിഷയത്തിൽ ഇറങ്ങിയ ആയത്തിതാണ്. മദ്യം ഒഴിവാക്കാൻ, ലഹരി ഉപയോഗം ഒഴിവാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ഭാഗമായിട്ട് 3 പാർട്ടായിട്ടാണ് ഈ വിഷയത്തിൽ നിരോധനം രേഖപ്പെടുത്തിയത്. അവസാനമായി വന്നതാകുന്ന 2 ആയത്താണ് നാം തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ മാഇദയിലെ 90-91 വചനം. ആദ്യം വന്ന ആയത്ത് ഇതാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. അതുകൊണ്ടങ്ങ് ഒഴിവാക്കി. ജനങ്ങൾ അപ്പോഴും കുടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. കാരണം അവരുടെ കാലഘട്ടം അതാണ്. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നുകൊണ്ട് ദീനീ ദഅവത്തുമായി കടന്നു ചെല്ലുന്ന ഘട്ടമാണ്. കള്ളിന് അഡിക്ഷനായി നിലകൊള്ളുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയി നിസ്കാരത്തിൻ്റെതാകുന്ന ഫർളായ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ ഒരിക്കൽ ഇമാമ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു പള്ളിയിൽ സൂറത്തുൽ കാഫിറൂൻ ഓതിയിട്ട് തീരുന്നില്ല. കാരണം കള്ളു കുടിച്ചിട്ട് നിൽക്കാൻ. അല്ലെങ്കിൽ തന്നെ ഓതിയാ തീരാത്തൊരു സൂറത്താണ് ചിലപ്പോഴേത് സൂറത്തുൽ കാഫിറൂൻ. തെറ്റിപ്പോയാൽ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു വലാ അന അഅ്ബുദു മാ അഅ്ബദതും വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു. ആവർത്തിക്കപ്പെടുന്നതായ ആയത്ത് 2ാമത്തെ വട്ടവും വരുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ?
ചിലപ്പോൾ അതിങ്ങനെ കൺഫ്യൂഷനായി പോകാൻ ചാൻസ് ഉണ്ട്. അള്ളാഹു നമുക്കൊക്കെ ഓർമ്മ നിലനിർത്തുമാറാവട്ടെ. അപ്പൊ ഈ കള്ളു കുടിച്ചത് മതോന്മത്തനായി നിലകൊള്ളവേ ഈ ആയത്ത് ഇങ്ങനെ റിപ്പീറ്റായി ഓതിക്കൊണ്ടേയിരിക്കാണ്. നിസ്കാരം തീരുന്നില്ല. അവസാനം പിറകിലുള്ളതാകുന്ന ആളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിസ്കാരത്തിന് ശേഷം ഒരു വിധത്തിൽ തീർന്ന നിസ്കാരം വന്നുകൊണ്ട് പ്രവാചകരോട് പരാതിപ്പെട്ടു. കള്ളു കുടിക്കാത്തതാകുന്ന വിഭാഗവും പിറകിലുണ്ടല്ലോ. നബിയെ വല്ലാത്തൊരവസ്ഥയാണ്. നിസ്കരിക്കാൻ പോയതാ, നിസ്കരിച്ചു കുടുങ്ങിയെന്ന് പറയാം. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടാമതായി ഈ വിഷയത്തിൽ ആയത്തുമായി കടന്നു വരുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ. അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ. മദ്യം നുണഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നമസ്കാരത്തിലേക്ക് അടുക്കരുതേ, അടുക്ക് പോലും ചെയ്യരുതേ. അത് നിഷിദ്ധമാണ്, നിഷിദ്ധമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. നിങ്ങൾ അടുക്കരുത്. ലാ തഖറബുസ് സിന എന്ന് പറഞ്ഞതുപോലെ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞതുപോലെ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ. മദ്യാസക്തരായ നിലയിൽ മദ്യം നുണഞ്ഞുകൊണ്ട് മതോന്മത്തരായി നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുക്കരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. മദ്യം നജസാണല്ലോ, അത് ശ്രദ്ധിക്കണം നമ്മൾ. അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ പുരണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചുകൊണ്ടുള്ള നിസ്കാരം ബാത്തിലാണ്. മനസ്സിലാക്കിക്കോ. കള്ളൊക്കെ കുടിച്ച് റാഹത്തായിട്ട് കുറച്ച് ഇന്നലെ കുടിച്ച ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട് പള്ളിയിൽ വന്ന് റാഹത്തായിട്ട് ഹാജിയാരി നിസ്കരിച്ചാല് അതിലൊരു അംശം വന്നാലും മതി, നിസ്കാരം എന്താവും? ബാത്തിലാവും. നമ്മളെ മനസ്സിലായിക്കോ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തിലേക്ക് ഇതുമായി അടുക്കരുത്. ഇത് കുടിച്ചിട്ട് ആരും വരരുത്, വിലക്കേർപ്പെടുത്തി. കാരണം പലപ്പോഴും പലർക്കും ഈ വിഷയത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൽ തന്നെ ചിലരുടെ നിസ്കാരം തീരാതെ കിടന്ന് കളിക്കുകയാണ്. ഇതൊക്കെ എപ്പോഴാണ്? ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടം. ഇത് അവസാനമായി നിരോധനം വരികയാണ്. പ്രമുഖരാകുന്ന ആളുകളിൽ, വലിയ വലിയ ഉന്നതരാകുന്ന മുത്തുനബിയുടെ അനുയായികളിൽ പെട്ടതാകുന്ന ചില ആളുകൾ കള്ളുഷാപ്പിൽ വെച്ചുകൊണ്ട് പരസ്പരം ഗോത്രത്തിന്റെ മഹിമ പറഞ്ഞ കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും പോരുവിളിയിലേക്കും എത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. ഈ സംഭവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സ്വഹാബത്ത് വന്നുകൊണ്ട് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രമുഖരാകുന്ന സ്വഹാബത്തും വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊരു തീർപ്പ് കൽപ്പിക്കണം. കുറെ നാളായി ഇതിന്റെ പിറകിൽ ഇങ്ങനെ ഓടുക. കള്ള് ജനങ്ങൾക്ക് ഇടങ്ങേറുണ്ടാക്കുന്ന വസ്തുവാണ്, പ്രയാസമുണ്ടാക്കുന്ന വസ്തുവാണ്. ഈ വിഷയത്തിൽ ആത്യന്തികമായ ഒരു തീർപ്പുണ്ടാവണം. അപ്പോഴാണ് സൂറത്തുൽ മാഇദയിലെ നമ്മൾ തുടക്കത്തിൽ ഓതി വെച്ച 2 ആയത്തുകൾ വരുന്നത്. ചരിത്രത്തിൽ അത്ഭുതകരമാവുന്ന പരിവർത്തനം നടത്തപ്പെട്ട 2 ആയത്താണ്. ഈ ആയത്ത് വന്നപ്പോൾ തന്നെ പാടെ നിർമാർജനം ചെയ്യപ്പെട്ടു. മദ്യം മദീനയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് സമൂലമായ മാറ്റത്തിന് അവിടെ തിരികൊളുത്തുകയാണ്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ സൂറത്തുൽ മാഇദയിലെ 90-91 വചനങ്ങൾ ഇറങ്ങുന്നതിന് അവസ്ഥ അതാണ്. അതിന്റെ സബബുൻ നുസൂൽ ഇറങ്ങാനുള്ള കാരണമാണ് നമ്മൾ വിശദീകരിച്ചത്. അനുയായികൾക്കിടയിൽ തന്നെ പരസ്പരം ഗോത്രമഹിമ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കളിയാക്കലായി വഴക്കടിക്കാൻ തുടങ്ങി. ലഹരി നുണഞ്ഞിട്ടാണ്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة
ഫഹൽ അൻതും മുൻതഹൂൻ. പരിശുദ്ധമായ ഖുർആനിൻ്റെതാകുന്ന സൂറത്തുൽ മാഇദയിലെ 91 വചനങ്ങളുമായി ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഈമാനുള്ളതാകുന്ന ആളുകളെ, അള്ളാഹുവിനെ കുറിച്ച് വിശ്വാസമുള്ളതായ സമൂഹമേ, ഖബറിനെ കുറിച്ചും മഹ്ശറിനെ കുറിച്ചും സർവ്വ അദാബുകളെ കുറിച്ചും നരകത്തെ കുറിച്ചുമൊക്കെ വ്യക്തമായി കാഴ്ചപ്പാടുള്ളതായ മുസ്ലിമായ സഹോദരാ സഹോദരി, അറിയണേ, ഉൾക്കൊള്ളണേ, പഠിക്കണേ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, ദുനിയാവിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതായ കള്ളില്ലയോ, മദ്യമില്ലയോ, അതോടൊപ്പം ചൂതാട്ടമില്ലയോ, പ്രശ്നം വെക്കുന്നതാകുന്ന കോലുകൾ കൊണ്ടുള്ളതാകുന്ന പ്രശ്നം വെക്കലുകളില്ലയോ, ജ്യോതിഷത്തിന്റെ മാർഗങ്ങളില്ലയോ, അതെല്ലാം റിജുസും മിൻ അമലി ശൈത്വാൻ, പിശാചിന്റെ ദുർവൃത്തിയിൽ പെട്ടതാണ്, പിശാചിന്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതാണ്. ഈ ദുനിയാവിൽ ലഹരി നുണയുന്നവരെ, കള്ളു കുടിക്കുന്നവരെ, നീ പിശാചിന്റെ ദുർവൃത്തിയിലാണ് നിലകൊള്ളുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഫജ്തനിബൂ, അല്ലയോ ഈമാനുള്ള മുസ്ലിമേ, മുസ്ലിമത്തെ, അതിൽ നിന്ന് പാടെ ഒഴിവാകണേ, ഒഴിവാകണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, എന്നാൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നിങ്ങളത് പരിപൂർണമായി ഒഴിവാക്കണം. ഫജ്തനിബൂ, പാടെ ഒഴിവാക്കണം. എന്തിന്? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ ഉറപ്പായും വിജയിക്കും. ലഅല്ല എന്ന പദം സാധാരണ രീതിയിൽ അറബി ഗ്രാമർ അറിയാവുന്നവർക്കറിയാം. അറബിയിൽ ലഅല്ല പ്രയോഗിക്കുന്നത് ലിതറജി, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. പക്ഷെ ഖുർആനിൽ അങ്ങനെ വന്നാൽ ലഅല്ല ലിതഹഖീഖി, ഖുർആൻ ലഅല്ല വന്നാൽ അവിടെ അർത്ഥം വെക്കേണ്ടത് ഉറപ്പായും വിജയിക്കുമെന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജമുൽ ജവാമിയിൽ രേഖപ്പെടുത്താൻ. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ ഉറപ്പായും വിജയിക്കുമേ, നിങ്ങൾ ലഹരിയുടെ ഉപയോഗം ഒഴിച്ചാലെങ്കിലെന്ന് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പിശാചിന്റെ ദുർവൃത്തിയിൽ പെട്ടതാണ് സഹോദരങ്ങളെ ലഹരിയുടെ ഉപയോഗം. ശരിക്കും മനസ്സിലാക്കണേ, ശരിക്കറിയണേ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മനുഷ്യന് പല രീതിയിലുള്ളതാകുന്ന ആസക്തിയുണ്ട്, പലതിനോടും വല്ലാത്ത ആർത്തിയുള്ളവനാണ് ഇന്നത്തെ തലമുറയിലെ മനുഷ്യൻ. സമ്പത്തിനോട് ആർത്തിയുള്ളവനാണ്. അല്ലാഹു പറഞ്ഞതാണത്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യൻ സമ്പത്തിനോട് വല്ലാതെ ആർത്തി പൂണ്ടവനാണ്. അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. നിങ്ങൾ കണ്ടില്ലേ, ഈ അടുത്ത് മലപ്പുറം ജില്ലയിലെ താനൂരിൽ ബോട്ടപകടത്തിൽ 10-21 ആളുകൾ മരണപ്പെട്ട വാർത്ത നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അറിഞ്ഞില്ലേ? ഒരു ഭാഗത്ത് ആ അപകടമുണ്ടാകുന്നതിനപ്പുറം അത് ഉണ്ടാക്കാൻ കാരണമായി തീർന്നത് ഒരു 10 പേരെ കൂടി എക്സ്ട്രാ കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചതിന്റെ പേരിലാണ്. 500 രൂപ കിട്ടാൻ വേണ്ടി കൊതിച്ചതിന്റെ പിന്നിലാണ്. സമ്പത്തിനോടുള്ള ഒരു ചെറിയ താല്പര്യം, ഒരു ആർത്തിയാണ് ആ മരണത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയേണ്ടി വരും. കുറച്ചുപേരെ കൂടി കയറ്റിയപ്പോ എക്സ്ട്രാ കുറച്ച് പൈസ കിട്ടും. അതിനുവേണ്ടി കുറച്ചാളെ കൂടുതൽ കയറ്റിയാൽ അടുത്തൊരു ട്രിപ്പിലേക്ക് അടിക്കാതെ ഒറ്റയ്ക്ക് തന്നെ എല്ലാവരും പോരിനെന്ന് പറയാൻ. ആ ദുരന്ത മുഖത്ത് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്താണ് അവരുടെ അവസ്ഥ? 11 കുടുംബങ്ങളാണ് ഒറ്റയടിക്ക് തന്നെ നഷ്ടപ്പെട്ടു പോയത്. റുഖിയ എന്ന് പറയുന്ന ഒരു ഉമ്മാക്ക് അള്ളാഹു ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. പേരക്കുട്ടികളും മരുമക്കളുമൊക്കെ ആയി നഷ്ടപ്പെട്ടു പോയത് 11 പേരാണ്. റുഖിയ എന്ന ഉമ്മാക്ക് 3 മക്കളാണ്. മൂത്ത വ്യക്തി സൈദലവി എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ 4 മക്കളും ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയി. ഇളയ മകൻ സിറാജ് എന്ന് പറയുന്ന ഒരു മകൻ, ആ മകന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ 3 മക്കളും ഇതേ ദുരന്തത്തിൽ തന്നെ മരണപ്പെട്ടതാണ്.
വേറെ 2 കുടുംബങ്ങളും അവരുടെ കുടുംബത്തിൽ തന്നെ പെട്ടതാകുന്ന 2 വ്യക്തികളും ചെറിയ കുട്ടിയുമടക്കം മരണപ്പെട്ടു പോയി. 11 പേർ. ഞാൻ ആ ഖബറിനെടുത്തു പോയി സിയാറത്ത് ചെയ്തു. വല്ലാതെ മാനസികമായി വിങ്ങിപ്പൊട്ടിപ്പോവും. കാരണം 11 പേരുടെ ജനാസയാണ്, ചെറിയ കുട്ടികളാണ് അതിൽ ഭൂരിഭാഗവും. എന്തൊരവസ്ഥയാണ്. സെയ്ദ് അലവി എന്ന സഹോദരൻ പറയുന്നു, ഒരു ചെറിയ വീടാണ് അവരുടേത്. ചെറിയ നമ്മുടെ ഈ സ്റ്റേജിന്റെ വലിപ്പം തന്നെ ഉണ്ടാവൂല. ആ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു ഫൗണ്ടേഷൻ മാത്രം ഇട്ടതാകുന്ന ഒരു ചെറിയൊരു ബിൽഡിങ്, ഒരു ചെറിയ കെട്ടിടം, അതിന് ഫൗണ്ടേഷൻ ഇട്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ ആളുകൾ വന്നിട്ട് ഞങ്ങളത് പണിത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഓർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആരായിരുന്നാലും നന്മയുടെ വക്താക്കളെ, അത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ പരിപൂർണമായി പിന്തുണയ്ക്കുക തന്നെ. അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, നിങ്ങൾ മീൻ പിടിച്ചിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിനുണ്ടായ തീരാ നഷ്ടം സെയ്ദ് അലവി എന്ന ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്. സാധേ മക്കളെയും ഭാര്യയൊക്കെ ഉച്ചയ്ക്ക് നല്ല നെയ്ച്ചോറും ഇറച്ചിയൊക്കെ കഴിപ്പിച്ച് വൈകിട്ടൊന്ന് സന്തോഷിക്കാൻ വേണ്ടി ഓട്ടോയിൽ കയറ്റി വിട്ടതാണ്. പിന്നെ വൈകിട്ട് വരുന്നത് വീട്ടിലേക്ക് കുട്ടികളുടെ ജനാസയാണ്, ഭാര്യയുടെയും ജനാസയാണ്. എന്നൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ. വൈകിട്ട് ഇന്നലെ വരെ വീട്ടിൽ കളിച്ചും രസിച്ചും നിലകൊണ്ടതാകുന്ന മക്കളെ വൈകിട്ട് വീട്ടിലേക്ക് വരുന്നത് അവരുടെ ജനാസ. സുബ്ഹാനല്ലാഹ്, എന്താണ് അവസ്ഥ. അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാവട്ടെ. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരല്ലേ സഹോദരങ്ങളെ. നമ്മളൊക്കെ എത്രയോ സ്ഥലങ്ങളിലേക്ക് പോകുന്നവരാണ്. അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചൊരിയുമാറാവട്ടെ. അവരുടെ പ്രിയപ്പെട്ട ഉമ്മയാകുന്ന റുഖിയ എന്ന പ്രായം ചെന്ന ഉമ്മ പറയുന്നു, ഈ ചെറിയ കുട്ടികളോടൊപ്പം ഞങ്ങൾ ചേർന്നാണ് കിടക്കാറുള്ളത്. ചെറിയ 2 റൂമാണ്. 2 കുടുംബങ്ങളും കഴിഞ്ഞിരുന്നത് അതിനകത്താണ്. ആലോചിക്കാൻ വർഷങ്ങളായി. ഇന്ന് ആ മക്കളെല്ലാം ഖബറിലാണ്. ഇന്ന് ആ കുടുംബത്തിൽ ഭൂരിഭാഗവും ഖബറിലാണ്. ഇതുപോലെ വിഷമിക്കുന്ന മറ്റു കുടുംബങ്ങളുമുണ്ട്. ദാരുണമാകുന്ന ആ വിപത്തിൽ അകപ്പെട്ടു പോയവർ. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. കുട്ടികളുടെയൊക്കെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ ദുരന്തമുഖത്തിന് കാരണമായി തീർന്നത് കുറച്ചാളുകൂടെ ബോട്ടിലേക്ക് കയറ്റിയാൽ അല്പം കൂടി സമ്പത്ത് സമ്പാദിക്കാമെന്നുള്ള ഒരു ചിന്തയാണ്. ഒരു ഭാഗത്ത് ചിന്തിക്കുമ്പോഴതാണ്. ഓ മനുഷ്യനതാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യൻ സമ്പത്തിനോടുള്ള അത്യാർത്തി വല്ലാതെ കൂടുതലാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. എപ്പോഴും അവന് കിട്ടണമെന്നാണ്, മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നോ ദീനിനെ സഹായിയായി വർത്തിക്കണമെന്നോ എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാറില്ല. കുറഞ്ഞു പോകുമെന്നുള്ള ചിന്തയാണ് കൊടുത്താൽ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെട്ടു. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും വലിയ നന്ദികേട് കാണിക്കുന്നവനാണ്. ഏറ്റവും വലിയ നന്ദികേട് കാണിക്കുന്നവനാണ്. അള്ളാഹു പറയുക. അള്ളാഹു നമ്മുടെ ആ കൂട്ടത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. അപ്പൊ ഒന്നാമത്തേതാകുന്ന മനുഷ്യന് താല്പര്യം സമ്പത്തിനോട് തന്നെയാണ്. അത് തന്നെയാണ് ഇന്നത്തെ സമൂഹം കണ്ടറിയുന്നത്. രണ്ടാമത് മദ്യത്തോടുള്ളതാകുന്ന അമിതമാകുന്ന ആസക്തി ഇന്നത്തെ സമൂഹത്തിൽ വല്ലാതെ കൂടി വരികയാണ്. മദ്യത്തോടുള്ള താല്പര്യം ഇന്നത്തെ തലമുറയിൽ, ചെറുപ്പക്കാരിൽ, യുവാക്കൾ, യുവതികളിൽ അധികമായി വരികയാണ്. മലപ്പുറത്തെ ആ ദുരന്തം കഴിഞ്ഞ് തൊട്ട് 2-3 ദിവസങ്ങൾക്ക് പിന്നാമ്പുറം നമ്മൾ പിന്നീട് കേട്ട വാർത്ത നമ്മളെല്ലാവരും അറിയാം, പത്രത്തിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞതാണ്. ഒരു ലേഡി ഡോക്ടറെ ഒരു യുവാവ് 41 വയസ്സുള്ള ഒരു സഹോദരൻ കത്രി കൊണ്ട് മാരകമാകുന്ന മുറിവുകൾ ഏൽപ്പിച്ച് അവരുടെ നെഞ്ചിലും അടിഭാഗത്തും പിന്നിലുമൊക്കെ കുത്തി അവരെ കൊന്നുകളഞ്ഞതാണ്. അവരെ എന്നേക്കുമായി കൊലപാതകം ചെയ്ത വാർത്തയാണ് നമ്മൾ കേട്ടത്. അള്ളാഹു ആ കുടുംബത്തിനും ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ആ സഹോദരിയുടെ കുടുംബത്തിനും അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. എത്രയോ വർഷങ്ങളുടെ ത്യാഗമാണ് സഹോദരങ്ങളെ MBBS കരഗതമാക്കൽ. എത്രയോ മാസങ്ങളുടെ കഠിനമാകുന്ന പരിശ്രമമാണ്, തീവ്രമായ പരിശ്രമമാണ്. എത്ര വലിയ സ്വപ്നങ്ങൾ ആ സഹോദരിക്കുണ്ടായിരുന്നു. ഉത്തമമാകുന്ന ഉദാത്തമാകുന്ന സ്വപ്നങ്ങൾ കണ്ട് വലിയതാകുന്ന ഒരു ചിറകിലേറി പറക്കണമെന്നുള്ള ചിന്തയിൽ വർഷങ്ങളോളം അധ്വാനിച്ച് 4-5 വർഷമൊക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് പഠിച്ച് രാവും പകലും ഉറക്കമൊഴിച്ച് ആ സ്വപ്നങ്ങൾ പൂണിയിക്കാൻ വേണ്ടി ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരുന്നതാകുന്ന സഹോദരി പ്രതിയായി നിലകൊള്ളുന്ന വ്യക്തിയെ നല്ല രീതിയിൽ ശുശ്രൂഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന ലേഡി ഡോക്ടറെ അത് ദാരുണമായിട്ട് കൊലപ്പെടുത്താനുള്ള കാരണമെന്ത്? അതിന്റെ പിന്നിൽ അന്വേഷിക്കുമ്പോൾ 41 വയസ്സുള്ളതാകുന്ന അധ്യാപകനായ UP സ്കൂളിൽ വിദ്യ നുകരുന്ന കുട്ടികൾക്ക് വെളിച്ചം പകരുന്ന ഒരു ചെറുപ്പക്കാരനായ സഹോദരൻ, അദ്ദേഹം
മദ്യാസക്തനായിരുന്നു എന്ന വസ്തുതയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു ഭാഗത്ത് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അതല്ലെങ്കിൽ ഗവൺമെന്റിൻ്റെതാകുന്ന ചില ഭാഗങ്ങളിൽ അവിടെ ശ്രദ്ധ ചെലുത്തിയില്ല എന്ന നിലയിലുള്ള ചർച്ചകൾ ചാനലുകളാകുന്ന ചാനലുകൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാകുന്ന വസ്തുത അവിടെ വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പ്രൊട്ടക്ഷൻ നൽകേണ്ടത്, ഞാൻ എന്റെ വാദം പറയുകയാണ്, പ്രൊട്ടക്ഷൻ നൽകേണ്ടത് കേവലം അവർക്ക് മാത്രമല്ലല്ലോ. ഈ സമൂഹത്തെ ഒന്നായി ബാധിക്കാത്ത വിപത്താകുന്ന മാരകമാകുന്ന മദ്യമെന്ന വിപത്തിനെയല്ലേ പാടെ തുടച്ചു നീക്കേണ്ടത്. ആ വിപത്ത് അവിടെ ഉണ്ടായത് കൊണ്ടല്ലേ, അത് കുടിച്ചത് കൊണ്ടല്ലേ ആ ചെറുപ്പക്കാരൻ അത്തരത്തിലുള്ള അക്രമത്തിനിരയായത്. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് സുദീർഘമാകുന്ന ഒരു സേവനമാണ് കാഴ്ചവെക്കുന്നത് എങ്കിൽ ഈ നാട്ടിലുള്ളതാകുന്ന ആളുകൾക്ക് കള്ളുകുടി ഇല്ലാതാക്കുകയും കള്ളുകുടി നിഷിദ്ധമായി പ്രഖ്യാപിക്കുകയും കള്ളു കുടിക്കുന്നവരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന പരസ്യമായിട്ടുള്ളതാകുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നവർക്ക് തക്കതായ ശിക്ഷയുണ്ട് എന്നുള്ളതാകുന്ന നിയമമുറകൾ കൃത്യമായി കൊണ്ടുവരികയുമല്ലേ ചെയ്യേണ്ടത്. കാരണം മദ്യം വിപത്താണ് എന്ന് സർക്കാർ ഒരു ഭാഗത്ത് പറയുന്നു, എന്നിട്ട് മദ്യത്തിനെതിരെയുള്ളതാകുന്ന കോലാഹലങ്ങളും മദ്യത്തിനെതിരെയുള്ളതാകുന്ന പ്രകടന പത്രികകളും മദ്യത്തിനെതിരെയുള്ളതാകുന്ന സമ്മേളനങ്ങളും ഒക്കെ നടത്തുന്നതിൽ, സമരമുറകൾ പ്രഖ്യാപിക്കുന്നതിൽ എന്താണ് അതിലുള്ളതാകുന്ന കാര്യമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഇട്ടു തരികയാണ്. ഒരു ഭാഗത്ത് മദ്യം ദുരന്തമാണ്, വിപത്താണ്, മനുഷ്യനെ നശിപ്പിക്കുകയാണ്, അവന്റെ കരൾ ഇല്ലാതാക്കുകയാണ്, അവന്റെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും ഇഞ്ചിഞ്ചായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ശാസ്ത്രവും നിരീക്ഷണത്തിൻ്റെതാകുന്ന ആളുകളും എല്ലാവരും പഠനത്തിൻ്റെതാകുന്ന വക്താക്കളും ശാസ്ത്രലോകവും ഒക്കെ വ്യക്തമായി പഠിപ്പിച്ചിട്ട് പോലും മനുഷ്യന്റെ ചോരയെ നാർക്കോട്ടിക്കാക്കുന്നതാകുന്ന തലത്തിലേക്ക് ഇപ്പോഴും എത്തിക്കുന്നുണ്ട്. ഒരു ചെറിയതാകുന്ന ബഫ് ഒരു മനുഷ്യൻ ഒരു പുക വലിച്ചാൽ അവന്റെ രക്തത്തിൽ അത് അലിഞ്ഞു ചേരുന്നത് 18 മണിക്കൂറോളം നിലകൊള്ളുമെന്ന് ശാസ്ത്രം പോലും വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ അംശം 18 മണിക്കൂറോളം ആ ചെറിയ പുക ശരീരത്തിലേക്ക് എടുത്തതിന്റെ കാരണത്താൽ രക്തത്തിൽ കടക്കുമെന്ന് എല്ലാവരും വ്യക്തമായി പഠിപ്പിച്ചിട്ട് പോലും ഇത് മനുഷ്യന് വിപത്താണ്, ഒന്നായി മാറ്റേണ്ടതാണ്, തിരുത്തേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ നിന്ന് സമൂലമായ മാറ്റത്തിന് സർക്കാർ തയ്യാറാകുന്നില്ല? ഒരു ഭാഗത്ത് മദ്യത്തിന്റെ പുഴകൾ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്, ബീവറേജിന്റെ ഔട്ട്ലെറ്റുകൾ പല രീതിക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ്. കള്ളു കുടിക്കാൻ വരുന്നവന്റെ ഇന്ന് 2000-ന്റെ നോട്ട് വാങ്ങരുത് എന്നുള്ള നിരോധനം ഏർപ്പെടുത്തുക മാത്രമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ള പുതിയ പരിപാടി. അല്ലേ പോളൂ? 2000-ന്റെ നോട്ടുമായിട്ട് വരുവാണെങ്കിൽ ഹാജിയാർക്ക് കള്ളു കൊടുത്തേക്കരുത്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് കള്ളു കൊടുക്കരുത് എന്നുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ബാക്കിയൊക്കെ എല്ലാം പഴയതുപോലെ തന്നെ ഇഷ്ടംപോലെ ഒഴുക്കാണ്. വ്യത്യസ്തമാകുന്ന ഔട്ട്ലെറ്റുകൾ ധാരാളമായി കടന്നു വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായി ഇസ്ലാം എത്രത്തോളം മഹത്തരമാണ് എന്ന് ഈ ഉമ്മത്ത് പഠിക്കാൻ. മദ്യം നജസാണത ശരീരത്തിൽ പോലും പുരരരുത് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. അങ്ങനത്തെ ഇസ്ലാമിന്റെ വക്താക്കളാകുന്ന നമ്മൾ പിന്നെങ്ങനെ ഇത്തരത്തിലുള്ളതാകുന്ന അപജയങ്ങളിലേക്ക്, ഇത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളിലേക്ക് നമ്മൾ എടുത്തു ചാടും? നമ്മുടെ മക്കൾ എങ്ങനെ എടുത്തു ചാടും? 2500 കോടി രൂപയുടെ ലഹരി ഉപയോഗത്തിന്റെ വിപണന മൂല്യമുള്ള വസ്തുക്കളാണ്, മാരകമാകുന്ന ലഹരിയുടെ MDMA ആണ് ഈ അടുത്തിടെ കൊച്ചിയിൽ നിന്ന് പിടിക്കപ്പെട്ടത് എന്നുള്ള വസ്തുതയും നമ്മൾ ന്യൂസുകളിലൂടെ വായിച്ചറിഞ്ഞവരാണ്. 2500 രൂപയല്ല, പിന്നെത്രയാണ്? 2500 കോടി രൂപ വിപണന മൂല്യമുള്ളതാകുന്ന ലഹരി വസ്തു ഇത് എവിടേക്കാണ് കൊണ്ടുവന്നത്? ആർക്കാണ് ഇത് ഉപയോഗിക്കുന്നത്? നമ്മുടെ മക്കളാണ് ഇതിന് അഡിക്റ്റായിരിക്കുന്നത്. ഇന്നത്തെ തലമുറ നല്ലതുപോലെ മനസ്സിലാക്കണം. അടുത്ത തലമുറ നന്നാവണമെങ്കിൽ ഇത് ശരിക്കും പഠിക്കണം. അള്ളാഹു ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ, നീ പരിപൂർണമായ കാവൽ നൽകണേ അല്ലാ. പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം. തീർച്ചയായും ഇത്തരത്തിലുള്ളതാകുന്ന ലഹരിയുടെ ഉപയോഗം മനുഷ്യ നീ അറിയണേ, അത് പിശാചിന്റെ ദുർവൃത്തിയിൽ പെട്ടതാണ്, അത് പിശാച് ചെയ്യിപ്പിക്കുന്നതാണ്, അവന്റെ മോശമാകുന്ന പ്രവണതയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഫജ്തനിബൂ, ആ പിശാച് നിങ്ങൾക്ക് ശത്രുവാണെന്ന് തിരിച്ചറിയണേ. അവനിലേക്ക് അടുക്കുന്ന ഒരു പ്രവർത്തനവും നിങ്ങൾ ചെയ്യരുതേ. മദ്യത്തിലൂടെ നിങ്ങൾ എത്തിച്ചേരുന്നത് അത്തരത്തിലുള്ള നീചമായ അവസ്ഥയിലേക്കാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء
പഠിച്ചു വെക്കണേ സഹോദര സഹോദരി. തൃശൂർ ജില്ലയിലെ മുല്ലക്കരയിലുള്ള ഓരോ സഹോദര സഹോദരിമാരും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പഠിക്കേണ്ടതായ ആയത്താണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 91-ാമത്തെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പിശാചിലേക്ക് അടുക്കാൻ നിമിത്തമാണ് ലഹരിയുടെ ഉപയോഗം. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. ഈ മദ്യത്തിലൂടെ, ഇതിന്റെ ചഷകങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, മദ്യത്തിനടിമപ്പെടുന്നതിലൂടെ സഹോദരാ സഹോദരി നിന്നിലേക്ക് പിശാച് സന്നിവേശിക്കുകയാണ്. പിശാച് നിന്നിൽ ദുർവൃത്തം നടത്തുകയാണ്. ആ പിശാചിന്റെ ശൈലി ഏതൊക്കെയെന്നറിയുമോ? ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിഅ ബൈനകുമുൽ അദാവ. മുല്ലക്കരയിലുള്ള ചെറുപ്പക്കാരാ സഹോദരാ, നിന്നിലേക്ക് പിശാച് സന്നിവേശിച്ചാൽ ഈ കള്ളിലൂടെ നിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് നിന്നോട് ശത്രുത മനോഭാവമാണ്. നീ ആരെ കണ്ടാലും നിനക്ക് അവരോട് ശത്രുതയാണ്, ശത്രുതയാണ്. കേട്ടില്ലേ നിങ്ങൾ? ലേഡി ഡോക്ടറാകുന്ന ആ സഹോദരി, ആ പാവപ്പെട്ടതാകുന്ന സഹോദരി, ആ ചെറുപ്പക്കാരനാകുന്ന 41 വയസ്സുള്ളതാകുന്ന പ്രതിയെ അദ്ദേഹം അപകടത്തിൽ പെട്ടുകൊണ്ടുവന്നപ്പോ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിലകൊണ്ടതാകുന്ന സന്ദർഭത്തിൽ അവരെ എന്തിനാണ് കൊല ചെയ്തത്? ആർക്കും അറിയാത്തതാകുന്ന വസ്തുവാണ്. ആദരവായ പ്രവാചകനെ പറഞ്ഞതാണ്. ഒരു കാലഘട്ടം കടന്നു വരും സഹാബ, ലാ യദിരിൽ ഖാതിലു ഫീമാ ഖുതില വലാ യദിരിൽ മഖ്തൂലു അലാ അയ്യി ശൈഇൻ ഖുതില. എന്തിനാണ് കൊല ചെയ്തത് എന്ന് കൊലപാതകയ്ക്ക് അറിയില്ല. എന്തിനാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് കൊല ചെയ്യപ്പെട്ടവരും അറിയില്ല. അത്തരത്തിലേക്കുള്ള ഒരവസ്ഥ കാണാതെ ലാ തഖൂമു സ്സാഅ, ലോകാവസാനം ഉണ്ടാവുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്തിനാണ് ഈ പാവപ്പെട്ട ലേഡി ഡോക്ടർ നിങ്ങൾ കൊല ചെയ്തത് എന്ന് ആ അധ്യാപകനാകുന്ന യുവകോമളനാകുന്ന 41 വയസ്സുള്ളതാകുന്ന കുട്ടികൾക്ക് വെളിച്ചം പകരേണ്ടതാകുന്ന UP സ്കൂളിലെ അധ്യാപകനോട് ഒന്ന് ചോദിച്ചാൽ അവൻ പറയും, എനിക്കറിയില്ല, എനിക്കറിയില്ല. എന്തിനാണ് പെണ്ണേ നിന്നെ ഇവൻ കൊല ചെയ്തത്? ആ പെണ്ണും പറയും, എനിക്കറിയില്ല, എന്തിനാണ് ഇന്നെ കുത്തിയത് എന്ന് അറിയില്ല. പാവപ്പെട്ട പെണ്ണ് പാതിരാത്രി സമയത്ത് തന്നെ ശുശ്രൂഷിക്കേണ്ടതാകുന്ന പ്രതിയെ അത് മനോഹരമായ രീതിയിൽ, നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോ, തന്റെ മുന്നിൽ നിലകൊള്ളുന്നതാകുന്ന ആളുകളെ കാണുമ്പോ തന്നെ ആക്രമിക്കാൻ വരുന്നവനായിട്ടാണ് മധ്യാസക്തനായ ആളുടെ ഹൃദയത്തിൽ തോന്നുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. 1400 വർഷം മുമ്പ് ഈ നടന്ന സംഭവത്തെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. 1400 വർഷം മുമ്പ്. പഠിക്കണേ, ഖുർആൻ കാലികമാണ്, കാലികമാണ്. ആ ഖുർആൻ ചവറ്റുകൊട്ടയിൽ തള്ളേണ്ടതാണെന്ന് പറയുന്ന നിരീശ്വരവാദികളില്ലേ, യുക്തിവാദികളില്ലേ, മതനിരാസത്തിന്റെ വക്താക്കളില്ലേ? പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. എന്തിനാണ് ഈ കൊലപാതകം നടന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നേരത്തെ തന്നെ പറയുകയാണ്. കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തരായി നിലകൊള്ളുന്നവന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ, അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ചുറ്റും നിൽക്കുന്നവരെ ശത്രുവായിട്ടാണ് കാണുന്നത്. കത്രികയുമായി തന്നെ ചികിത്സിക്കാൻ നിൽക്കുന്നവരെ ഒരു വേള അവൻ കാണുന്നത് എന്നെ കൊല്ലാൻ നിൽക്കുന്ന ആളുകളാണെന്നാണ്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് മുമ്പ് തന്നെ അവൻ കടന്നു വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ റോഡിൽ ഇറങ്ങി നിന്നുകൊണ്ട് എന്നെ ആളുകൾ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടിയിരുന്നവനായിരുന്നു, ആക്രോശിച്ചിരുന്നവനായിരുന്നു ആ പ്രതി. അല്ലാഹു പറയുകയാണ്, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിഅ ബൈനകുമുൽ അദാവ. പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഈ മദ്യം നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുത വരുത്താൻ കാരണമാണ്. മദ്യം നുകർന്ന് തലയ്ക്ക് പിടിച്ചാൽ പിന്നെ കാണുന്നവർ മുഴുവനും ശത്രുക്കളാണ്, ശത്രുക്കളാണ്. വാപ്പയെ നോക്കുകയില്ല, ഉമ്മയെ നോക്കുകയില്ല, സഹോദരങ്ങളെ നോക്കുകയില്ല, നാട്ടുകാരെ നോക്കുകയില്ല, കൂട്ടുകാരെ നോക്കുകയില്ല. എല്ലാവരോടും ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറുകയാണ്. തീർന്നില്ല, തീർന്നില്ല. ശത്രുത മാത്രമല്ല, രണ്ടാമതായി ഒന്നുകൂടി അവനിൽ ഉണ്ടാകുമേ, ദേഷ്യമാണതെന്ന് പരിശുദ്ധമായ ഖുർആൻ.
ആരെ കണ്ടാലും ദേഷ്യമാണ്, എല്ലാവരോടും ക്രോധമാണ്, ഒരാളോട് പോലും സ്നേഹമില്ല. എപ്പോഴും അവന് ദേഷ്യമുണ്ടാകുമേ. ലഹരി നുണയുന്നവർക്കുണ്ടാകുന്ന പ്രകൃതമാണിത് രണ്ടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ലഹരി നുണയുന്നവർക്കുണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ പ്രകടമാകുന്ന ഒന്ന്, അവർ കാണുന്നവരോടൊക്കെ ശത്രുത വെച്ച് പുലർത്തും. പാപ്പായുടെ ശത്രുത, ഉമ്മയുടെ ശത്രുത. മാത്രമല്ല തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യമാണ്, എപ്പോഴും ദേഷ്യം. കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ അടുത്തിടെ കണ്ട വാർത്തകൾ മുഴുവനും അതാണ്. കള്ളു കുടിച്ചുകൊണ്ട് ഈ അടുത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഒരാൾ അംഗം കാണിക്കുന്നത് കണ്ടായിരുന്നു? വാർത്ത വായിച്ച നമ്മളൊക്കെ കാണുന്നവരാണ്. മദ്യം നുകർന്നുകൊണ്ട് ചെറുപ്പക്കാര് കാണിച്ചു കൂട്ടുന്നതാകുന്ന തോന്നിവാസങ്ങൾ അധികരിച്ചു വരികയാണ്. 1400 വർഷം മുമ്പ് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് മുത്തുനബി പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ ഈ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പഠിച്ചു വെക്കണം നമ്മൾ. നമ്മുടെ മക്കളെയൊക്കെ വീടിന്റെ അകത്തളങ്ങളിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി നമ്മൾ ഇരുത്തും. ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തു, മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു. ഏറ്റവും വലിയ വില്ലനാണ് ഇതെന്ന് തിരിച്ചറിയൽ. മക്കൾ ദുനിയാവിന് അടിമപ്പെട്ടു പോവാൻ, ആഖിറത്തെ ചിന്തിക്കാതായി മാറുകയാണ്. ഓൺലൈൻ വിദ്യാഭ്യാസ സമ്പ്രദായം കോവിഡിന്റെ കാലഘട്ടത്തിൽ വന്നത് മുതൽക്ക് മൊബൈൽ കൊടുത്തിട്ട് ഇന്ന് വരെ തിരിച്ചു വാങ്ങാൻ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സാധിച്ചിട്ടില്ല. കാരണം മക്കൾ അതിന് അഡിക്റ്റായി പോയിരിക്കുകയാണ്. തിരിച്ചു വാങ്ങാൻ ഉമ്മാക്കും വാപ്പാക്കും പറ്റാത്ത അവസ്ഥ. മക്കളൊക്കെ ഇൻസ്റ്റഗ്രാമിലാണ്, പാപ്പായും ഉമ്മായും ഒക്കെ ഫേസ്ബുക്കിലാണ്. കിളവന്മാർക്കുള്ളതാണ് ഫേസ്ബുക്ക്. ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലാണ്. അതുകൊണ്ടല്ലേ കാസർഗോഡുള്ള ഒരുത്തൻ സൗദി അറേബ്യ കടന്ന ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നത് ഇൻസ്റ്റഗ്രാം എന്ന ആപ്പിലൂടെയാണ്. കണ്ടില്ലായിരുന്നു? അറിഞ്ഞില്ലേ? കഴിഞ്ഞ റമദാനിലാണ് കൊണ്ടുവന്നത്. റമദാൻ കഴിഞ്ഞ് 27 ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞപ്പോൾ തിരിച്ചു വിട്ടു. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. കൊണ്ടുവന്നത് ഒരു മുസ്ലിം, കൊണ്ടുവന്ന പെണ്ണും മുസ്ലിം. സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്നാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ, എത്ര കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പെണ്ണിനെ വശീകരിച്ച് അവരുടെ മനസ്സറിഞ്ഞ് ഇവിടം വരെ എത്തിക്കാൻ ഒരു ചെറുപ്പക്കാരന് സാധിച്ചു ഇൻസ്റ്റഗ്രാം എന്ന ആപ്പിലൂടെ. പറയാൻ പേടിയാണ്. കാരണം ഇതുവരെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ വീട്ടിൽ പോയിട്ട് ഇന്നതൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും. അതാണ് അവസ്ഥ. ഒരു കാര്യം പറയാൻ പേടിയാണ്. അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷെ അതൊക്കെ മാറി കേട്ടോ. ഇന്നിപ്പോ എല്ലാവരും ഇത് അറിയാവുന്ന ആളുകളാണ്. നിങ്ങൾ കണ്ടില്ലേ, ഈ അടുത്ത് ഒരു സഹോദരി 24 അടക്കമുള്ളതാകുന്ന ന്യൂസ് ചാനൽ വന്നുകൊണ്ട് ഒരു ചെറിയ പെൺകുട്ടി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പറയാണ്, 2 വർഷം മുമ്പ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലയളവിൽ വാപ്പ വാങ്ങിച്ചു തന്ന മൊബൈൽ ഫോണിലൂടെ ഇൻസ്റ്റഗ്രാം എന്ന ആപ്പ് അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫ്രണ്ട്സുകളുമായി ഞാൻ ചാറ്റ് ചെയ്ത് എന്റെ ഒരു കൂട്ടുകാരനുമായി വല്ലാത്ത അടങ്ങാത്ത ചെങ്ങാത്തമുണ്ടാക്കി മാറ്റി. എനിക്കന്ന് 12 വയസ്സാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൾ അന്ന് ചെയ്ത പ്രവർത്തനം, അവൻ ഉപയോഗിക്കുന്നതാകുന്ന MDMA എന്ന് പറയപ്പെടുന്ന ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ലഹരിയുടെ വലിയതാകുന്ന വിപണന മൂല്യമുള്ളത് വസ്തു, അത് കൊണ്ടുവരികയും ഞാൻ വീട്ടിൽ വെച്ചുകൊണ്ട് രഹസ്യമായി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഉപയോഗിക്കാനും തുടങ്ങി. ഈ പറയുന്ന പെൺകുട്ടി മുസ്ലിം പെൺകുട്ടിയാണ്. ജില്ല ഏതെന്ന് ഞാൻ പറയുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടേക്കാണ് ലോകം എത്തിച്ചേരുന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ പറയും, ഓ ഇതൊക്കെ ഇപ്പൊ ഇനി എന്ത് ചർച്ച ചെയ്യാൻ? ഇതാണ് ചർച്ച ചെയ്യേണ്ടത്. മനുഷ്യൻ നന്നാവണ്ടേ ആദ്യം. അവന് ബുദ്ധിയും ബോധവും ഉറക്കണ്ടേ. നമ്മൾ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് ഉസ്താദുമാരുടെ അടുക്കൽ വന്നിട്ട്, ഉസ്താദെ എന്റെ ഈ മകനെ ഒന്ന് ശരിക്കൊന്ന് മന്ത്രിച്ച് ഊതണം, ഒരു ഫാത്തിഹ ഓതി ഊതിൻ. കാരണം ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല. SSLC പരീക്ഷ എഴുതിയിട്ട് മുട്ട വാങ്ങിച്ചിട്ട് നിലകൊള്ളാൻ, നീ ഇവനെ കൊണ്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ ശാസിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അറിയണം. മക്കൾ എവിടേക്കാണ് പോകുന്നത് അവരെ നമ്മൾ ശ്രദ്ധിക്കണം, ജാഗ്രത പുലർത്തണം. പുതിയ തലമുറയെ കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കണം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12 വയസ്സുള്ള ഒരു പെൺകുട്ടി ചാനൽ വന്നിരുന്നിട്ട് പറയാണ്, 9ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് പറയുന്നത്, 2 വർഷം മുമ്പ് വാപ്പ വാങ്ങിച്ചെന്ന മൊബൈൽ ഫോണിലൂടെ ഇൻസ്റ്റഗ്രാം എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു കൂട്ടുകാരുമായി ചങ്ങാത്തമുണ്ടായി MDMA ഉപയോഗിക്കാൻ തുടങ്ങി. 2 വർഷം തുരതെ ഉപയോഗിച്ച് 2 വർഷം പരിപൂർണമായി ഉപയോഗിച്ച ഞാൻ ഇതാ 9ാം ക്ലാസ്സിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു. ഇപ്പോൾ ആയിരക്കണക്കിന് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നതാകുന്ന ആപ്പിലൂടെ ആയിരക്കണക്കിന് ഫ്രണ്ട്സുകളുമായി ചാറ്റ് ചെയ്ത് അവർക്കൊക്കെ ഞാൻ ഇതിന്റെ കാരിയറാണ്. ഈ MDMA കച്ചവടം ചെയ്യുന്നവളായി മാറിയിരിക്കുകയാണ്. 14 വയസ്സേ പ്രായമുള്ളൂ. പറയുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയാണെന്ന് ചിന്തിക്കണം. നമുക്കും ഉണ്ട് പെൺകുട്ടികൾ. നമ്മുടെ മക്കളുടെ പ്രായം എത്ര ഒന്ന് ചിന്തിക്കുക. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. മനസ്സിലാക്കണം, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നല്ല പുതിയ തലമുറയിൽ വളരെയേറെ ശ്രദ്ധിക്കണം. മറച്ചു പിടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ തലമുറയിൽ നമ്മുടെ മക്കളിലുണ്ട്. വളരെ ശ്രദ്ധ ചെലുത്തി. മാതാപിതാക്കളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നു. നിങ്ങൾ അവരുടെ മൊബൈൽ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കി, മക്കളുടെ മൊബൈൽ എടുത്ത് പരിശോധിച്ച് നോക്ക്.
ആമിന എന്ന് നിങ്ങളുടെ മകൾ സേവ് ചെയ്തിരിക്കുന്ന നമ്പർ ഒന്ന് ഡയൽ ചെയ്ത് നോക്കി. അപ്പുറത്ത് വേറെ ജോസഫ് ആയിരിക്കും സംസാരിക്കുന്നത്. അവൾ ആമിന എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ തന്നെ പിള്ളേർ ഇപ്പൊ ഡിലീറ്റ് ചെയ്യുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ വെറുതെ പറഞ്ഞല്ല. എന്നിട്ട് അപ്പൊ ഉമ്മ തന്നെ കോൾ എടുത്തുകൊണ്ട് വരികയാണ്. എടി നിന്റെ മറ്റേ ആമിന എന്ന് തോന്നുന്നു. അതന്നെ ഉമ്മ എന്നെ സഹായിക്കണ്ട. ഹലോ എടാ കുട്ട എന്നാ ഉണ്ട്? സുഖം തന്നെയല്ലേ? ആരെയാ സംസാരിക്കുന്നത്? അപ്പുറത്ത് വേറെ ടീമാണ്. എടിയല്ല, ആരാണ്? എടായാണ്. അങ്ങനെയാണ് സംസാരം പോകുന്നത്. ഇതുപോലെ തന്നെ ചെറുപ്പക്കാര് ആണുങ്ങളും അങ്ങനെ ആണുങ്ങളുടെ പേര് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പുറത്ത് വേറെ ടീമാണ്. അപ്പോൾ വാപ്പ എന്നെ എടുത്തോണ്ട് വരും. എടാ എന്റെ മറ്റേ കൂട്ടാൻ ഭയങ്കര സംശയം ചോദിക്കാണ്ടായിരുന്നു. ഒരു എസ്സയുടെ കാര്യം ചോദിക്കാൻ വാപ്പ എന്നെ സൗകര്യം ചെയ്തു കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ചെറിയ രീതിക്കുള്ള വിരുതുകളാണ് ഈ പറഞ്ഞത്. ഇതൊന്നും അല്ല. ഇതിനപ്പുറത്തേക്കൊക്കെ പോയി മക്കളെ എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാൻ വിചാരിച്ചാൽ വാപ്പായും ഉമ്മയും ഖിയാമത്ത് വരെ പരിശോധിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റൂല. കാരണം അത്തരത്തിലുള്ള ആപ്പുകൾ ഇന്ന് മൊബൈൽ ഫോണിൽ ലഭ്യമാണ്. പല രീതിക്കുള്ള അശ്ലീലതകൾ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന, ഹൈഡ് ചെയ്ത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന ആപ്പുകൾ ഇന്നുണ്ട്. അത് വാപ്പാക്കും ഉമ്മാക്കും വലിയ ആപ്പായി മാറിയിരിക്കുന്നു എന്നാണ് വസ്തുത. നമുക്ക് വലിയ ആപ്പായി മാറി ആ ആപ്പുകൾ. രഹസ്യമായിട്ട് വെച്ചിരിക്കാൻ പല സംഭവങ്ങൾ. അത് കണ്ടു കഴിഞ്ഞാൽ വാപ്പാടെ ബോധം പോവും. അങ്ങനത്തെ ചില സംഭവങ്ങളാണത്. മകനെ കുറിച്ചുള്ള എല്ലാ ധാരണകളും തെറ്റും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കള്ള് ഷാപ്പിൽ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന സ്വഹാബത്തിൽ പ്രമുഖരായ ആളുകൾ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കള്ളുകൂടി പാടെ നിരോധിച്ചുകൊണ്ടുള്ള 3ാമത്തെ വചനവുമായി ബഹുമാനപ്പെട്ടതാകുന്ന ഒരു സാവിവര്യൻ ഓടി വരുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. കള്ള് ഷാപ്പുകളിൽ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന സ്വഹാബത്തിനോട് അദ്ദേഹത്തിൻ്റെതാകുന്ന വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതുകയാണ്. ويصدكم عن ذكر الله وعن الصلاة. തീർച്ചയായും മദ്യത്തിന്റെ ചഷകങ്ങളുമായി നിലകൊള്ളുന്നതായ ആളുകളെ പിശാച് പരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. പിശാച് മുറുക്കി കളഞ്ഞാൽ പിന്നെ അവന്റെ അവസ്ഥ എന്തെന്നറിയുമോ? അവൻ ദേഷ്യമാണ്. അടച്ചിട്ട മുറിയിലിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ 3 നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ ചെല്ലുന്ന മാതാവിനോട് പോലും ദേഷ്യപ്പെടുന്ന മക്കളുള്ള കാലഘട്ടമല്ലേ? അവരോട് ദേഷ്യപ്പെടുന്ന മക്കളുള്ള കാലഘട്ടമല്ലേ? എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്? ഉള്ളിൽ കിടക്കുന്ന ലഹരിയുടെ പദാർത്ഥം കെട്ടടങ്ങിയിട്ടില്ല. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നമാ യുരീദു ശൈത്താനു അയ്യൂഖിയ ബൈനകുമുൽ അദാവാ വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ. ഈ മദ്യത്തിലൂടെ, ചൂതാട്ടത്തിലൂടെ നിങ്ങളെ പിശാച് കൊണ്ടെത്തിക്കുന്നത് എവിടേക്കെന്നറിയുമോ? എന്നെന്നില്ലാത്ത കോപമാണ്, എന്തെന്നില്ലാത്ത ദേഷ്യമാണ്, എല്ലാവരോടും ശത്രുത വെച്ചുകൊണ്ട് പുലർത്തുന്ന മനോഭാവമാണ് നിങ്ങളിൽ ഉണ്ടാവുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല. വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനി സ്വലാഹ് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പരിശുദ്ധമായ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ കർണപുടങ്ങളിൽ അലയൊലി കൊണ്ടിട്ട് പോലും ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരായി, ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവരായി, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാതെ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാര കർത്താവായ ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊടിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപദവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത
അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പില്ലേ, ആ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതാകുന്ന മജ്‌ലിസുകളിലേക്ക് വരുന്നതിനെ തൊട്ട് തടയമേ നീ ലഹരിക്ക് അടിമപ്പെട്ടാലെങ്കിലെന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതാൻ കഴിയില്ല, ദിക്ർ ചൊല്ലാൻ കഴിയില്ല, ഒരു സ്വലാത്ത് ചൊല്ലാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല, പരിശുദ്ധമായ ദീനിന്റെ വക്താക്കളെ ബഹുമാനിക്കില്ല, ദീനിനോടുള്ള മഹബ്ബത്ത് നിനക്കില്ല, അള്ളാന്റെ പള്ളിയിൽ ജുമുഅയ്ക്ക് പോകില്ല, ജമാഅത്ത് നമസ്കാരത്തിന് ശ്രദ്ധിക്കില്ല, ഒരൊറ്റ വഖത്ത് പോലും നമസ്കരിക്കാൻ നിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കില്ല, അത്രയേറെ പടച്ച റബ്ബിൽ നിന്ന് അകന്നു പോകുമേ, ആ രീതിയിൽ പിശാച് നിന്നെ അകത്തിക്കളയുമേ ലഹരിയുമായിട്ടുള്ള ബന്ധം കൊണ്ടെന്നും പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ എന്തുകൊണ്ട് ഈ ലഹരിയുടെ ഉപയോഗം നിരോധിക്കുന്നില്ല, ഒഴിവാക്കുന്നില്ല? പരിശുദ്ധമായ ഖുർആനിന്റെ ഈ പ്രഖ്യാപനം കടന്നു വന്നപ്പോ ആദരവായ പ്രവാചകന്റെ തിരുസവിധത്തിലേക്ക് സ്വഹാബത്ത് ഓടുകയാണ്. കുടിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന മദ്യം താഴേക്ക് വലിച്ചെറിയുന്നു, മദ്യത്തിന്റെ ചഷകങ്ങൾ താഴേക്ക് വലിച്ചെറിയുകയാണ്, വായിലേക്ക് വിരലിട്ടുകൊണ്ട് കഴിച്ച മദ്യം അത്രയും തുപ്പിക്കളയുകയാണ്, ഛർദിച്ച് കളയുകയാണ്. സഹോദരങ്ങളെ, 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അവതീർണമായപ്പോ, പ്രവാചകൻ ഇറക്കപ്പെട്ടതാകുന്ന ഖുർആൻ അവതീർണമായപ്പോ സഹാബത്തെടുത്തതാകുന്ന ശൈലിയാണ്. ഇന്ന് മനുഷ്യനവനാകത്തളങ്ങളിൽ കിടക്കുന്ന മദ്യം അത് കാരണമായി മാതാപിതാക്കളെ കൊല ചെയ്യുകയാണ്, ഉമ്മമാരെ തൃണവൽക്കരിക്കുകയാണ്, അവരെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുകയാണ്, സ്വന്തം ഭാര്യയെ അവരുടെ നെറ്റിത്തടം പിടിച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് കാഞ്ഞിടിപ്പിക്കുകയാണ്, അവരുടെ മുടിയിലിഴകൾ പിടിച്ചുകൊണ്ട് ചരച്ചിലുകളെ കാഞ്ഞിടിപ്പിക്കുകയാണ്. നെറ്റിത്തടത്തിലൂടെ പൊട്ടിയിട്ടുണ്ടാകുന്ന രക്തകണങ്ങൾ കാണുമ്പോ അത് കണ്ടുകൊണ്ട് ആർത്ത് ചിരിക്കുന്നവരായി മാറുകയാണ്. പാതിരാത്രി സമയത്ത് വാപ്പ വന്നുകൊണ്ട് വീടിനകത്തളങ്ങളിൽ കാണിക്കുന്ന ഇത്രത്തോളം കിരാതമാകുന്ന വാഴ്ച കണ്ടുകൊണ്ട് ഇളം പൈതലുകൾ ഉറക്ക ചറവോടുകൂടി വാപ്പ എന്റെ ഉമ്മയെ കൊല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോ ആ ചെറിയ കുട്ടികളുടെ ഇളങ്കാല് പിടിച്ച് നിലത്തടിച്ചു കൊല്ലാൻ മടിക്കാത്ത മുസ്ലിം സമൂഹത്തിൽ അധപ്പതനത്തിന്റെ ആടിയിലേക്ക് സഞ്ചരിക്കുന്നവരായി ഇന്നത്തെ തലമുറ മാറിയില്ലേ. പരിശുദ്ധമായ റമദാനിൽ പോലും തന്റെ പ്രിയപ്പെട്ടതാകുന്ന പൊന്നുമോന് കഞ്ഞി വെച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ റമദാനിന്റെ പകൽ നോമ്പ് നോൽക്കാതെ നോമ്പ് നോറ്റ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിൽ വന്നുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് കള്ളു കുടിച്ചവൻ വന്നുകൊണ്ട് പറയുമ്പോ, മുസൽമാനാകുന്ന ചെറുപ്പക്കാരൻ പറയുമ്പോ, മോനെ ഇന്ന് റമദാനല്ലേ, ഇന്ന് നിനക്ക് നോമ്പില്ലേ എന്ന് ചോദിച്ച പ്രിയപ്പെട്ട മാതാവിനെ വിറകിന്റെ കഷ്ണം കൊണ്ട് തലക്കടിച്ചു കൊന്നതും ഈ തൃശൂർ ജില്ലയിലുള്ള ചെറുപ്പക്കാരനെന്ന് മറക്കല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിലും ഒന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് കൊണ്ടുവരണേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ഹൃദയത്തിനകത്തളങ്ങളിൽ വരിഷ്ഠമാകുന്ന ബിന്ദുക്കളെ കൊണ്ട് നീ സ്നേഹിക്കേണ്ടതും നീ താലോലിക്കേണ്ടതും ലോകൈക ഗുരുവാകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ പ്രവാചകന്റെ തിരുശരീഅത്താണ്, ആ പ്രവാചകൻ നമുക്ക് നൽകിയ പരിശുദ്ധമായ ഖുർആനാണ്. ഖുർആനിന്റെ പ്രഖ്യാപനം കടന്നു വന്നപ്പോ ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ നിരോധിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ വർഷങ്ങളായി സ്വരൂ കൂട്ടി വെച്ചിരിക്കുന്നതായ വലിയ വലിയ വീഞ്ഞിന്റെ മദ്യത്തിന്റെ ചഷകങ്ങൾ, വലിയതാകുന്ന വീപ്പകൾ സ്വഹാബത്ത് പുറത്തേക്ക് ചൊരിച്ചു കളയുകയാണ്. കള്ള് ഷാപ്പിൽ വെച്ചിരിക്കുന്നതാകുന്ന എല്ലാ പാത്രങ്ങളും തച്ച് തകർക്കുകയാണ്, എല്ലാ മദ്യത്തിന്റെ കുപ്പികളും ഒഴിച്ചു കളയുകയാണ്. ഇനി ഇവിടെ ഇത് വേണ്ട, കാരണം ഖുർആൻ ശക്തിയുക്തം എതിർക്കുകയാണ്. ഇന്നലെ വരെ കുടിച്ചുകൊണ്ട് മതോന്മത്തരായി 3 W's വക്താക്കളായി നിലകൊണ്ടിരുന്നതാകുന്ന അറബ് സമൂഹത്തെ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, പടച്ച റബ്ബിന് വേണ്ടി ഇറക്കപ്പെട്ടതാകുന്ന അല്ലാഹുവിന്റെ സച്ചരിതരാകുന്ന മഹത്തുക്കളാകുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങളെന്ന് പറയുന്ന വിധത്തിലേക്ക് അല്ലാഹ് പരിവർത്തനപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് സാധിച്ചത് പ്രിയപ്പെട്ട മുസ്ലിമേ? അവരുടെ ഹൃദയത്തിന്റെ ഗത്തലങ്ങളിലുള്ള ഈമാനാണ്, അവർക്ക് വിശ്വാസം ഹബീബായ നബി തങ്ങളോടാണ്, അവർക്ക് വിശ്വാസം പരിശുദ്ധമായ ഖുർആനാണ്. ഇന്ന് നമ്മുടെ തലമുറകൾ ഹോസ്റ്റലിൽ ഇരുന്നു കൊണ്ട് കള്ളു കുടിക്കുന്നതിന്റെ നഗ്നചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്ന മുസ്ലിം സമുദായത്തിലെ മക്കളില്ലേ? ഓരോരോ ആഘോഷങ്ങൾ വരുമ്പോ അത് ക്രിസ്മസിന്റെ രാവുകളായിരുന്നാലും
ദിനമായിരുന്നാലും, അത് ഓണത്തിൻ്റെതാകുന്ന ദിനരാത്രങ്ങളായിരുന്നാലും, അത് പെരുന്നാളിന്റെ സുദിനങ്ങളായിരുന്നാലും, അത് ന്യൂ ഇയറിന്റെ ആഘോഷപ്പൊലിമയിൽ നിലകൊള്ളുന്നവരായിരുന്നാലും, കള്ളുകുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളായി ഇന്നത്തെ ജനകോടികൾ മാറിയില്ലേ? തൃശൂർ പൂരത്തിന്റെ ദിനങ്ങളിൽ പോലും കള്ളുകുടിച്ചുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന എത്രയോ മുസ്ലിം സഹോദര സഹോദരിമാരുണ്ട്. ഈമാൻ ഊരപ്പെടുന്ന വസ്തുവാണ് എന്ത്? മദ്യം കുടിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം നമ്മൾ. ഒരു വ്യക്തി മദ്യം അല്പം കുടിച്ചാൽ അയാളിൽ നിന്ന് എന്ത് ഊരും? ഈമാൻ ഊരും. ഈമാൻ ഊരിപ്പോയാൽ പിന്നെ ആരാണ്? മോമിനാണോ കാഫിറാണോ? കാഫിറാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.